നമസ്കാരം. ബീഹാർ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിലെത്തി നിൽക്കെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ നടത്തുമെന്ന സൂചന ഇതിനൊപ്പം ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെയും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലെ പുനഃസംഘടനയും അടുത്ത ഉപരാഷ്ട്രപതിയായി ആര് എത്തുമെന്ന വിഷയങ്ങളാണ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത്. കാരണം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ധൻഖർ രാജിവെച്ചത് തികച്ചും അപ്രതീക്ഷിതമായാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചർച്ചകൾ ആ വഴിയും തിരിഞ്ഞു. എന്തായാലും ആദ്യം കേന്ദ്ര മന്ത്രിസഭയിലെ പുനഃസംഘടനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറയാം. എന്തായാലും പുനഃസംഘടനയിലെത്തിയാൽ, അതായത് വരാനിരിക്കുന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനഃസംഘടനയിൽ സംസ്ഥാനത്ത് നിന്നും അനിൽ ആന്റണിക്ക് സാധ്യത തെളിയുന്നുണ്ട്. സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലാവും അനിലിന്റെ മന്ത്രിസഭാ പ്രവേശനം എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ ഉപയോഗിക്കാനാവുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് നിന്നും മന്ത്രിസഭാ പുനഃസംഘടനയിൽ അനിൽ ആന്റണി കൂടി പരിഗണിക്കപ്പെട്ടാൽ 3 മന്ത്രിമാർ കേരളത്തിൽ നിന്നു തന്നെ ഉണ്ടാകും. ഇതിനു പുറമെയാണ് ഒരു രാജ്യസഭാ അംഗത്തെ കൂടി സംസ്ഥാനത്തിന് നൽകിയത്. ഇതല്ലാതെ ഇനിയൊരു പാർലമെന്ററി പദവിക്ക് സാധ്യത കുറവാണെന്നും പറയപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തു നിന്നും ദേശീയ സംഘടനാ തലപ്പത്തേക്ക് K സുരേന്ദ്രൻ, V മുരളീധരൻ എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെട്ടേക്കുമെന്നും കരുതപ്പെടുന്നു. നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻപിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ പാർട്ടി രാജ്യസഭാ അംഗമായി എത്തിച്ചു. ഇതിനു പുറമെ സംഘടനാ തലത്തിലും ചില നിയമനങ്ങൾക്കും സാധ്യതയുണ്ട്. BJP ദേശീയ അധ്യക്ഷ പദവിയിലും പുതിയ അധ്യക്ഷൻ നിയമിതനാവും. JP നദ്ദ സ്ഥാനമൊഴിയുന്നതോടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. BJP ദേശീയ നേതൃത്വം വനിതാ അധ്യക്ഷയെ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട്. നിലവിൽ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമന് പുറമെ D പുരന്ദേശ്വരിയും പരിഗണനാ പട്ടികയിലുണ്ട്. ഉപരാഷ്ട്രപതി പദവിയിലേക്കും ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിന്റെ പേരും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് ഒരു പദവി പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അധ്യക്ഷ പദവി വഹിച്ച കാലത്താണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വമ്പൻ ജയമുണ്ടാകുന്നത്. തന്നെയുമല്ല, ഈഴവർ വ്യാപകമായി തഴഞ്ഞുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനിലൂടെ ഈഴവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അരക്കിട്ടുറപ്പിക്കുവാനും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുമെന്നും കരുതപ്പെടുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിന് പിന്നാലെ അടുത്ത ഉപരാഷ്ട്രപതിയായി ആരാണ് എത്തുക എന്ന ചോദ്യവും സജീവമാവുകയാണ്. രാജ്യസഭാ ഉപാധ്യക്ഷനായ ബീഹാറിൽ നിന്നുമുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിന്റെ പേരാണ് മുൻതൂക്കം. സർക്കാരിന്റെ വിശ്വസ്ത സഖ്യകക്ഷി എന്നതിനു പുറമെ ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഹരിവംശിന് പദവി നൽകുന്നത് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടലും വിലയിരുത്തലും. ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതേസമയം സംസ്ഥാന ഗവർണർ പദവി അലങ്കരിച്ചെന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ BJP പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച